മലയാളി ദമ്പതികൾ വേളാങ്കണ്ണിയിൽ ജീവനൊടുക്കി. തൃശൂർ കൊരട്ടി സ്വദേശികളായ ആന്റോയെയും ജിസുവിനെയുമാണ് വേളാങ്കണ്ണി പള്ളിയുടെ ലോഡ്ജിൽ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10 ദിവസം മുൻപാണ് ദമ്പതികളെ കാണാതാകുന്നത്. വേളാങ്കണ്ണിയിൽ ജോലിയിൽ പ്രവേശിച്ചെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വിഷം കുത്തിവെച്ച് അവശനിലയിലായ ആന്റോവിനെ നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രിയോടെ മരണം സംഭവിച്ചു. ഭർത്താവ് മരിച്ചതറിഞ്ഞ ജിസുവും ലോഡ്ജിൽ പോയി വിഷം കുത്തിവെച്ച് മരിച്ചെന്നാണ് വിവരം. ജിസുവിനെ ആശുപത്രിയിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് പോലീസും ബന്ധുക്കളും കൂടി ലോഡ്ജിലെത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് മുറി ബലം പ്രയോഗിച്ച് തുറന്നു നോക്കിയപ്പോഴേക്കും ജിസുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തന്റെ കടങ്ങൾ തീർക്കണമെന്ന് മരിക്കുന്നതിനു മുൻപ് ആന്റോ സഹോദരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാതിക്ക കച്ചവടക്കാരനായിരുന്നു ആന്റോ. നിരവധി ഫൈനാൻസ് കമ്പനികളിൽ നിന്നും പേഴ്സണൽ ലോൺ ആന്റോ എടുത്തിരുന്നുവെന്നാണ് പറയുന്നത്. കമ്പനികളിൽ നിന്നുള്ള നിരന്തര സമ്മർദ്ദവും ജീവനൊടുക്കാൻ കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. രണ്ടുപേരുടെയും മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംസ്കാരം വ്യാഴാഴ്ച തിരുമുടിക്കുന്ന് ചെറുപുഷ്പം ദേവാലയത്തിൽ നടക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.